മലയാളികളുടെ ഒരു ഇഷ്ടവിഭവമായ എല്ലുകറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഞാൻ 2 കിലോ എല്ലും ഇറച്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണ് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മീറ്റ് മസാല, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്, പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇതിനകത്ത് വെള്ളം ഒട്ടുമില്ല, നന്നായി മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇത് അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാന് വെച്ച് കൊടുക്കണം. ഉരുളിയോ പാനോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഇറച്ചിക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 20 കൊച്ചുള്ളിയും ഒരു പിടി തേങ്ങാക്കൊത്തും അല്പം കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് നന്നായി ഇളക്കണം. ഇനി നമുക്ക് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അല്പം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ഈ അരച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ മുളകിൻ്റെയൊക്കെ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ചേക്കുന്ന അരപ്പ് വെള്ളം ചേർക്കണം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെയും പച്ചമണം ഒന്ന് മാറണം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ചമണം മാറണമെന്ന്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആവശ്യത്തിന് വെള്ളവും ഉണ്ട്. നമുക്കിനി ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് ഈ ഇറച്ചി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു 3-4 മിനിറ്റ് അതിനകത്ത് കിടന്നൊന്ന് വേകണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഉണ്ടാക്കണം. അതിനൽപ്പം പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ല, റെഡിമെയ്ഡായിട്ടുണ്ടെങ്കിൽ അത് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഗ്രേവിയൊക്കെ ഉണ്ട്, അത് ഇരുന്നോട്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് അതിലൊന്ന് മിക്സ് ആകാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് അല്പം എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി ഞാനൊരല്പം കൊച്ചുള്ളിയും വറ്റൽമുളക് 2-3 എടുത്ത് കറിവേപ്പില എടുത്തായിരുന്നു. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ നമുക്ക് കടുക് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പം നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് മണ്ടയിലിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എല്ല് കറി റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.